ഒരു സാധാരണ ചായക്ക് ഇന്ത്യയിൽ 10 മുതൽ 20 രൂപ വരെയാണ് വില വരുന്നത്. എന്നാൽ ഇതേ ചായ വിറ്റിട്ട് ഏകദേശം 150 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന പല ബ്രാൻഡുകളുണ്ട് ഇന്ത്യയിൽ. ചായ ചുട്ട ബാർ, MBA ചായ്വാല, ഇങ്ങനെ നിരവധി ബ്രാൻഡുകളുണ്ട്. എന്നാൽ ഇത്രയും ചെറിയ പ്രൈസിലുള്ള ചായ വിറ്റിട്ട് കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? എത്രത്തോളം ചായ അവർ വിൽക്കേണ്ടി വരും? ചെറിയ പ്രൈസിലുള്ള ചായ വിറ്റിട്ട് വളരെ വലിയ റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ റെസ്റ്റോറന്റുകൾ, കഫേകൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതാണ് മെനു എഞ്ചിനീയറിംഗ്. ഒരു റെസ്റ്റോറന്റിലോ കഫേയിലെ സാധാരണ 4 ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക. അതിലെ ഒന്നാമത്തെ പ്രൊഡക്റ്റിന് കോസ്റ്റ് കുറവായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും. രണ്ടാമത്തെ പ്രൊഡക്റ്റിന് കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റിന് കോസ്റ്റ് കൂടുതലായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും. ഇനി നാലാമത്തെ പ്രൊഡക്റ്റിന് കോസ്റ്റും കൂടുതലായിരിക്കും, പ്രോഫിറ്റും കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള 4 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഇവരുടെ മെനുവിൽ ഉണ്ടാവും. ഇവിടെ ചായ എന്ന് പറയുന്നത് കുറഞ്ഞ കോസ്റ്റും കുറഞ്ഞ പ്രോഫിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ചായയുടെ കൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉള്ള മറ്റ് പ്രൊഡക്റ്റുകളെ കമ്പൈൻ ചെയ്ത് ഒരു കോംബോ ഓഫർ പോലെ കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കോഫി, മൊഹിറ്റോ, മാഗി ഇതെല്ലാം കുറഞ്ഞ കോസ്റ്റും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്.